ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കി. ഗസ സിറ്റി പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം 84 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സേന വ്യാപക ആക്രമണമാണ് നടത്തിയത്. ഗാസ സിറ്റിയിലെ ദറജ് പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സേനയും ഹമാസും ഗാസ സിറ്റിയിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. അൽ സവൈദയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. ആശുപത്രികളെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഗാസയിൽ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ അനുവദിക്കില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ആയുധം കൈവെടിയണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ആഹ്വാനം അതിനിടെ ഹമാസ് തള്ളി. പോരാട്ടം പലസ്തീൻ ജനതയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഹമാസ് പറഞ്ഞു. മഹ്മൂദ് അബ്ബാസിനെ ഹമാസ് വിമർശിക്കുകയും ചെയ്തു. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തെ ഹനിക്കുന്നതാണ് മഹ്മൂദ് അബ്ബാസിൻ്റെ നിലപാടെന്നും ഹമാസ് ആരോപിച്ചു. അതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഭയന്ന് US-ലേക്കുള്ള യാത്രയിൽ നെതന്യാഹു റൂട്ട് മാറ്റിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു US-ലേക്കുള്ള യാത്രയിൽ യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് അനുസരിച്ച് നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. I-24 ചാനലാണ് നെതന്യാഹു റൂട്ട് മാറ്റിയാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തുവിട്ടത്. നെതന്യാഹുവിൻ്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് പറന്നത്. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണഗതിയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കേണ്ടത്. എന്നാൽ വിമാനം മെഡിറ്ററേനിയൻ കടലിനും ജിബ്രാൾട്ടർ കടലിടുക്കിനും മുകളിലൂടെ മാത്രമാണ് പറന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 നവംബറിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിനും വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടിയാണ് വ്യാഴാഴ്ച പുലർച്ചെ നെതന്യാഹു US-ലേക്ക് പുറപ്പെട്ടത്. എന്നാൽ സഞ്ചാരപാത മാറ്റിയത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചെന്നും എന്നാൽ അനുമതി നൽകിയെന്നും ഫ്രാൻസ് പറഞ്ഞു. എന്നാൽ പറക്കാൻ ഈ റൂട്ട് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടില്ല.